കുളിക്കണ വെച്ചാൽ പുറത്ത് മറച്ചു കെട്ടിട്ടുണ്ട്. വെള്ളം പാർന്നിരിക്കണം. അവര് പറയണമാതിരി ചെയ്യാന്നല്ലാതെ അടിയൻ എന്താ ഒരു നിവൃത്തി? ആരൊക്കെ അവൻ ദോഷപ്പെടുത്തിയെന്ന് വല്ല ഊഹം കേട്ടോ? ആരും ഉറപ്പായിട്ട് അങ്ങോട്ട് പറയണില്ല. പറയാത്തവരെ കൊണ്ട് പറയിപ്പിക്കാൻ എന്താ സാധാരണ ചെയ്യാ? പറയും. തേളിനെയും പാമ്പിനെയും ഒക്കെ അകത്തേക്ക് ഇട്ടുന്നു എന്ന് കേട്ടിട്ടുണ്ട് പണ്ട്. ആ ഇപ്പൊ പറ്റില്ലല്ലോ. കാലം പഴച്ചില്ലേ മുല്ലശ്ശേരി. പായൽ കെട്ടി ഉരുട്ടലും പണ്ടത്തെ ഒരു പ്രയോഗ. കാലസ്ഥിതിക്ക് അനുസരിച്ച് വേറെ ചിലതൊക്കെ നോക്കാം. വെയിലാവണേന് മുമ്പേ തുടങ്ങാന്നുണ്ട്. കണ്ടില്ലേ നോട്ടം? നമ്മളെന്തോ ദുഷ്കർമ്മം ചെയ്യാന്നല്ലേ തോന്നുക. വേഗം ആവട്ടെ എല്ലാവരും. മുജ്ജന്മത്തിലെ പാപകൃത്യങ്ങൾ കൊണ്ടാണ് അനപത്യം, വൈധവ്യം തുടങ്ങിയ ദുർവിധികൾ വരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഭഗവന്നാമങ്ങൾ ജപിച്ചും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും കഴിയണമെന്നാണ് വിധി. അടുത്ത ജന്മമെങ്കിലും നല്ലത് വേണമെന്ന് വിചാരമുണ്ടെങ്കിൽ കുറ്റം സംബന്ധിച്ച് സത്യാവസ്ഥകൾ മുഴുവൻ പറയാൻ തയ്യാറുണ്ടോ? ചോദിക്ക. മറുപടി ഉണ്ടോ? ഒന്നും പറയുന്നില്ല. ഏതെങ്കിലും പുണ്യസ്ഥലത്തിനടുത്ത് താമസിക്കാൻ സൗകര്യം ചെയ്തു തരും തെറ്റുകുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞാൽ. അടുത്ത ജന്മമെങ്കിലും പുണ്യം ഉണ്ടാണോ ഒട്ടും മോഹമില്ലെന്ന് ചോദിക്കേ. ഇതോ നശിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക്. അവര് ചോദിക്കുന്നത് കേട്ടില്ലേ? എന്തെങ്കിലും ഒന്ന് പറയൂ. കുടിവെള്ളം കൊടുക്കാഞ്ഞാലൊന്നും പദം വരണ സാധനല്ലെന്നാ തോന്നണേ. ഇപ്പോഴും ഉണ്ടാട്ടില്ലല്ലോ. എന്നാൽ ഒരു 2 ദിവസം അത്താഴപ്പക്ഷണി കിടക്കട്ടെ, എന്നിട്ട് നല്ല വഴിക്ക് വരുമോ നോക്കാം. 2 ദിവസം കുറച്ച് ജാസ്തി ആയാലും തെറ്റില്ല. മുല്ലശ്ശേരിയുടെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. എങ്ങനെയുണ്ടാവോ പദാർത്ഥങ്ങളൊക്കെ? ശേഷായിട്ടുണ്ട്. ഇങ്ങനെയല്ലേ മുല്ലശ്ശേരി? ഇന്നലെ ഇന്നോ ഏതധികം കേമെന്ന സംശയം. സാധനം കുറച്ച് കടുപ്പാ. ഇങ്ങനെ ആയ കുറെ നീളുന്നാ തോന്നണേ. നീണ്ടാലെത്താ? ആർക്കാ എത്ര തിരക്ക്? 25 ദിവസം വരെ നീണ്ടു നിന്നു എന്നല്ലേ പറഞ്ഞത് പഴയ വിചാരണകള്. പായസം ഒരു പപ്പടം കണ്ട് എടുത്തോളൂ. കുറച്ച് വെള്ളം അവിടെ പായസം കൊടുക്കൂ. കുറച്ച് വെള്ളം. ഒന്ന് പേടിപ്പിക്കാം സാധനത്തിനെ, അതിലൊരു തെറ്റില്ല. ഓതിക്കൻ പഴമാങ്ങ കിട്ടില്ലേ? പഴമാങ്ങ വെള്ളരിക്ക ആവാൻ കൂട്ടാൻ ഇടയ്ക്കൊക്കെ. എന്താ നാളത്തെ കാര്യമില്ലല്ലോ മുല്ലശ്ശേരി, ഇന്ന് മൃഷ്ടാനം കൊണ്ട് കഴിക്കാം. ആവാം.
അവസാനിപ്പിക്കുവോ? ആരൊക്കെ എന്തൊക്കെയെന്ന് തുറന്നു പറഞ്ഞാൽ തെണ്ടി നടക്കേണ്ട ഗതി വരില്ല. സ്മാർത്ഥം പറഞ്ഞത് കേട്ടില്ലേ? എന്താ പറയില്ലേ? പറയില്ലേ? പറയിപ്പിക്കും ഞാൻ. ഇത് പെരുമ്പടപ്പിന്റെ ധർമ്മശാസ്ത്രത്തിൽ പെടില്ല. കയ്യാമം വെച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിക്കുന്ന കാണണോ? ഇതൊക്കെ കഷ്ടാണേ കുഞ്ഞുണ്ണി. ക്രിയക്ക് കൂടിയില്ലെങ്കിൽ വേണ്ട, എന്നാലും മരിച്ചപ്പോ ഒന്നും വരാൻ തോന്നിയില്ലല്ലോ. എല്ലാവരും പറഞ്ഞു അത് മോശമായി പോയിന്ന്. ഓ, പറഞ്ഞോ? മരിച്ചു എന്ന് കേൾക്കുമ്പോ ഓടി വരാൻ ഉള്ളിലൊരു ദുഃഖം തോന്നണ്ടേ ചെറിയമ്മേ? ശിവ ശിവ, എന്താ കുഞ്ചുണ്ണി ഇങ്ങനെയൊക്കെ പറയണേ? സ്വന്തം അച്ഛനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാച്ചാ? മക്കൾ ഈ പരിസരത്തിൽ ചുറ്റി നടക്കുമ്പോൾ അച്ഛൻ അവരെ കണ്ടിരുന്നു. സംശയമാണ്. വേട്ട അന്തർജനങ്ങളുടെ പേരുകൾ തന്നെ അച്ഛൻ അറിഞ്ഞിരുന്നു. അതും സംശയമാണ്. ചെറിയമ്മയെ പേര് വിളിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കിഴക്കിടത്തിനെ കണ്ടിരുന്നു. ജാതകത്തിൽ മരണം കണ്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ദുഃഖം. മുജ്ജന്മഫലം എന്നൊരാശ്വാസം ഉണ്ട് കൂട്ടത്തിൽ. എഴുത്തും വായന അറിയുന്ന ആളല്ലേ? ഇതൊക്കെ നോക്കാം. സഭയിലേക്ക് ആളെ കൂട്ടാനല്ല ഇതൊക്കെ പുറത്തെടുത്തത്. സമയം നീക്കാനാവും ഇനി പ്രയാസം. വേറെയും പുസ്തകങ്ങൾ വരും. നാണിക്കുട്ടിയോട് പറയാം, വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ. ഇഷ്ടാണ്. ഞങ്ങൾ വിദ്യാലയത്തിന്റെ പിരിവിന് വടക്കോട്ട് പോയപ്പോൾ കണ്ണൂർ ജയിലിൽ ഒന്ന് കയറി. വെറുതെ കാണാൻ.
വായിക്കാനൊന്നും കിട്ടാത്തതായിരുന്നു അവിടെ പലരുടെ ആവലാതി, പ്രത്യേകിച്ച് ജീവപര്യന്തക്കാരുടെ. ഇതൊരു പഴയ നോട്ടീസാണ്. 10 കൊല്ലം മുമ്പ് ഭട്ടതിരിപ്പാട് എഴുതിയതാണ്. ഇന്നും സ്ഥിതിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് വായിച്ചാൽ മനസ്സിലാവും. നോക്കൂ.